നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇങ്ങനൊരു പ്ലാൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ദേവികയുടെ വീട്ടുകാര് സിദ്ധുവുമായി അവളുടെ വിവാഹം നടത്തിയത്. അമ്മ പറയുന്നൊന്നും ജാനകിയെടുത്ത് വിശ്വസിക്കുന്നൊന്നുമില്ല. ഇവിടെ എല്ലാവരും എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ഗോപികയെ അതറിയണം. നിന്റെ അമ്മ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം, വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ആരാ നമ്മുടെ അച്ഛനെ ഇല്ലാതാക്കിയത്? നിന്റെ ഭർത്താവ് സിദ്ധാർത്ഥൻ. അവനാ നിങ്ങളുടെ അച്ഛനെ കൊന്നത്. എന്റെ മോഹനേട്ടനെ വണ്ടി ഇടിപ്പിച്ച് കൊന്നത് അവനാ. ഈ ഇരിക്കുന്ന സിദ്ധുവാണ്, ഇവനാണ് നിന്റെ അച്ഛനെ കൊന്നത്. അങ്ങനെയാ നിന്റെ അമ്മ ഇവിടെ വന്ന് എല്ലാവരോടും പറഞ്ഞത്. ഹാ, നിന്റെ ചേച്ചി അത് വിശ്വസിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ ചോദിച്ചത്. ചേച്ചി അനിയത്തിയും കൂടി ഗൂഢാലോചന നടത്തി എന്റെ കൊച്ചുമോനെ കൊല്ലാൻ ശ്രമിക്കുകയാണോന്ന്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ദേവികയും ഗോപിയും കൂടെ നമ്മുടെ സിദ്ധുനെ കൊല്ലുന്നോ? കൊല്ലുവടി, കൊല്ലും. ഇവരുടെ അച്ഛനെ കൊന്നവനല്ലേ സിദ്ധു. അപ്പൊ ഇവക്കും ഇവനോട് പകയും പ്രതികാരവും ഒക്കെ കാണും. ഇവരത് തീർക്കാൻ ശ്രമിക്കും. ഒന്നും സംഭവിക്കില്ല. അമ്മ ഒന്ന് നിർത്തിക്കേ. എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ആരെയും ഞാൻ വെറുതെ വിടില്ല. അമ്മയുടെ കാല് ഞാൻ പിടിക്കാം. അമ്മ ഒന്ന് നിർത്തുവോ? നിർത്തമ്മേ. സിദ്ധുവിന് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്റെ മോനല്ലേ ഇവൻ. ദേ, അമ്മ വെറുതെ പ്രഷർ കൂട്ടാതെ മുറിയിലേക്ക് ചെല്ല്. ഒന്ന് പോ അമ്മേ, ചെല്ല്. മാറും. സിദ്ധു വന്നേ, വാ മോനെ, വന്നേ. ഒരു രജിസ്റ്റേഡ് ഉണ്ട്. ആർക്കാ രജിസ്റ്റേഡ്? സിദ്ധാർത്ഥ മഹാദേവന്റെ പേരില. ആ, ഇതാ ഞാൻ ഒപ്പിട്ടുതരാം. എന്താടാ ഇത്? സിദ്ധുവിനുള്ള രജിസ്റ്റേഡാ. രജിസ്റ്റേർഡോ? എന്താ അതില്? ഇതൊരു ലീഗൽ നോട്ടീസാ. അഡ്വക്കേറ്റ് പത്മ വാസുദേവ് അയച്ചിരിക്കുന്നേ. ലീഗൽ നോട്ടീസോ? സിദ്ധുവിന്റെ പേരില് ലീഗൽ നോട്ടീസ് വരാൻ? നീ അതെന്താണെന്ന് തുറന്ന് വായിക്കടാ. തുറന്നു നോക്കേട്ടാ. ആ, എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? ഇത് ഡിവോഴ്സ് നോട്ടീസാ. ഡിവോഴ്സ് നോട്ടീസോ? അതെ, ഡിവോഴ്സ് നോട്ടീസ്. ദേവിക സിദ്ധാർത്ഥന്റെ പേരിൽ അയച്ചിരുന്ന ഡിവോഴ്സ് നോട്ടീസാ ഇത്.
അവൾ ഇതിനകത്തിരുന്ന് തന്നെ നമുക്കിട്ട് പണിതല്ലോ. നിന്റെ മരുമകളെ കുറിച്ച് പറയുമ്പോ നിനക്ക് 100 നാവായിരുന്നല്ലോ. ഇപ്പൊ കണ്ടല്ലോ നിന്റെ പ്രിയങ്കരിയായ മരുമകളുടെ യഥാർത്ഥ സ്വഭാവം. എന്തായാലും ഇത് വല്ലാത്ത ചതിയായി പോയി. ഇവിടെ താമസിച്ചുകൊണ്ട് തന്നെ ഇതുപോലൊരു ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ ദേവിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി? ഇതൊരടവ. ഡിവോഴ്സിന്റെ പേരിൽ നമ്മളിൽ നിന്നും വൻ തുക തട്ടിയെടുക്കാനുള്ള ഒരു അടവ്. ഇങ്ങനൊരു പ്ലാൻ മുന്നിൽ കണ്ടിട്ട് തന്നെയാ ദേവികയുടെ വീട്ടുകാര് സിദ്ധുവുമായി അവളുടെ വിവാഹം നടത്തിയത്. അമ്മ പറയുന്നൊന്നും ജാനകിയെടുത്ത് വിശ്വസിക്കുന്നൊന്നുമില്ല. ജാനകി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? മായേ, നീ ദേവികയുടെ വീട്ടിലേക്കൊന്ന് വിളിക്ക. എന്നിട്ട് അവരോട് എല്ലാവരോടും വേഗം ഇങ്ങോട്ട് വരാൻ പറ. ഇപ്പൊ തന്നെ വിളിക്കാം. ആ, ഇപ്പൊ വിളിക്കാം. ഞാനും ആ സുലോചനെ, ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. പറഞ്ഞോളൂ. അതെ, ഇവിടുത്തെ അമ്മ നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ വിശേഷം? അതൊക്കെ അമ്മ ഇവിടെ വരുമ്പോ പറയും. നിങ്ങൾ പെട്ടെന്നൊന്ന് വരാൻ നോക്ക്. എന്നാലും ഒരു സൂചന. ഒന്നുമില്ല, നിങ്ങൾ പെട്ടെന്ന് വാ. ശരി. അല്ല, ഞങ്ങൾ എല്ലാവരും വരണോ? വരണം. ഞാൻ വെക്കുക. നിങ്ങളൊന്ന് വേഗം വന്നേ. അതെ, പൊന്നാരൻ തോട്ടത്തിൽ നിന്ന് മായ വിളിച്ചായിരുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.